കർമ്മത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തികൾക്ക് വ്യക്തതയും സ്പഷ്ടതയുമുണ്ട്. അതിനെ തിരിച്ചറിയുക. ജീവിതത്തിൽ നാം ഏകാഗ്രതയോടെ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരർത്ഥം ഉണ്ടാകുന്നതാണ്. നമ്മളുടെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്തകൾക്കും ഭാവനകൾക്കും വർണ്ണനകൾക്കും തുല്യമായ സ്ഥാനവും ഏകാഗ്രതയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് പരിപൂർണമായ അർത്ഥവുമുണ്ട്. അതിൻ്റെ അർത്ഥത്തെയും തീവ്രതയെയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അത് ചിന്തകൾക്ക് അതീതമാണ്. വ്യത്യാസവും സ്പഷ്ടതയും ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പ്രാപ്തമാക്കുവാൻ കഴിയുകയുള്ളൂ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം സ്പഷ്ടമായ രീതിയിൽ നമുക്ക് പ്രാപ്തമാകണമെങ്കിൽ നമ്മുടെ അറിവിൻ്റെ ഏകാഗ്രതയെ ഉണർത്തേണ്ടത് അനിവാര്യമാണ്. ഓരോ ചിന്തകൾക്കും ഓരോ ഭാവനകൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സ് പരിപൂർണമായി അതിൽ അർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ആ കാര്യം ചെയ്യുവാനും വിനയമായ രീതിയിൽ അതിനെ മുൻപോട്ട് കൊണ്ടുപോകുവാനും പരിപൂർണ അർത്ഥം നൽകിക്കൊണ്ട് അതിന് സ്ഥാനമാനങ്ങൾ കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഓരോ പ്രവൃത്തിക്കും രൂപാന്തരപ്പെടുത്തിയിരിക്കുന്ന കർമ്മത്തിൻ്റെ അധിഷ്ഠിതമായ വ്യത്യാസവും ഭാവനയുമുണ്ട്. ആ ഭാവനകളെയും വർണ്ണനകളെയും മനസ്സിലാക്കുക. തിരിച്ചറിയുന്ന ബോധ്യത്തോടെ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സംഘർഷാവസ്ഥയോട് മത്സരിക്കുവാനുള്ള ശക്തിയും പരിപൂർണ അർത്ഥവും ബോധ്യവും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉടലെടുക്കേണ്ടതാണ്. ജീവിതത്തിൽ ജീവിത വിജയം പ്രാപ്തമാകണമെങ്കിൽ നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മെ പിൻപോട്ട് വലിക്കുന്ന ചിന്തകളെ നാം മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ആയിട്ട് വരുന്നതാണ്. ആ ചിന്തകളെ മനസ്സിൽ നിന്ന് അകറ്റിക്കൊണ്ട് നാം മുൻപോട്ട് ഓരോ അടികൾ മുമ്പോട്ട് വെക്കും തോറും നമ്മളുടെ മനസ്സിൻ്റെ ഏകാഗ്രതയും കർത്തവ്യത്തോടുള്ള ഉത്തരവാദിത്വ ബോധവും നമുക്ക് പ്രേരണ നൽകിക്കൊണ്ട് സ്വയമേ മുൻപോട്ട് പോകുവാനുള്ള തീവ്രതയും വ്യക്തതയും നൽകണം. നമ്മളുടെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്തകൾക്ക് വ്യക്തതയും സ്പഷ്ടതയും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യത്തെയും ന്യായമായ രീതിയിൽ ചെയ്യുവാനും അതിനെ അഭിമുഖീകരിക്കുവാനും സാധിക്കുന്നതാണ്. ഓരോ പ്രവൃത്തികൾക്കും മുൻപോട്ട് പോകുന്തോറും ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനുള്ള മനോവികാരങ്ങളുണ്ട്. അതിലേക്ക് നമ്മളെ അടുപ്പിക്കത്തക്കവണ്ണം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രേരണയുടെ ശക്തിയുണ്ട്. ആ ശക്തിയെയും തീവ്രതയും മനസ്സിലാക്കുക. ജീവിതത്തിൽ മുൻപോട്ട് പോകുന്തോറും വിജയം സുനിശ്ചിതമാണ്. ആ സുനിശ്ചിതമായ വിജയത്തെ നമുക്ക് പ്രാപ്തമാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കളങ്കം ഉണ്ടാകാൻ പാടില്ല. മനസ്സിൽ കളങ്കമില്ലാതെ നാം സത്യസന്ധമായി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സ്ഥാനവും ലക്ഷ്യതയും ബോധവും മനസ്സിൻ്റെ പ്രാപ്തിയും നമുക്കതിൽ നിന്നും വ്യക്തമാക്കുവാൻ സാധിക്കുന്നതാണ്. മനസ്സിൽ നിറയുന്ന വികാരങ്ങൾക്കും അതിലധിഷ്ഠിതമായ പ്രവൃത്തിക്കും തമ്മിൽ ഓരോ വാക്കുകൾക്കും മീതെ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ വഴിത്തിരിവുകളിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിൽ വ്യത്യാസങ്ങളും ഭാവന രൂപാന്തരപ്പെടുത്തിയിരിക്കുന്ന ഓരോ ചിന്തകൾക്ക് അതീതമായ കാഴ്ചപ്പാടുകളുമുണ്ട്. അതിനെ മനസ്സിലാക്കുക. അതിൻ്റെ ബോധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാം മുൻപോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ബോധവും അവബോധ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന ചിന്തകളും സ്പഷ്ടമായി വരുന്നതാണ്. ആ ചിന്തകൾക്കും അതീതമായ സ്ഥാനങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ഓരോ അർത്ഥങ്ങൾ കൊടുക്കുക. ആ അർത്ഥത്തെ പരിപൂർണമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്തോറും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഉടലെടുക്കുന്ന ആത്മാവിൻ്റെ ബലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ ആത്മാവിൻ്റെ ശക്തി നിങ്ങളെ മനസ്സിനെയും ഉണർത്തുവാൻ കാരണമാകുന്നതുമാണ്. ആ ആത്മാവിൻ്റെ ബലമാണ് നിങ്ങൾക്ക് സഹിഷ്ണുതയും ശക്തിയും തീവ്രതയും വ്യക്തതയും ഭാവനയുമെല്ലാം നൽകുന്നത്. ആ ഒരു കഴിവിനെ നിങ്ങൾ ഉണർത്തിയെടുക്കുവാൻ ശ്രമിക്കുക. ഓരോ ചിന്തകളിലും നിങ്ങളുടെ മനസ്സിൻ്റെ പ്രവൃത്തിയെയും മനസ്സിൻ്റെ തീവ്രതയെയും ഉണർത്തുവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുൻപോട്ട് പോകുന്തോറും നിങ്ങളുടെ ശക്തിയും മാനസികമായ പ്രേരണയും നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. മനസ്സിൽ ഉടലെടുക്കുന്ന ചിന്തകൾ, മനസ്സിൽ നിന്നും ആവിർഭവിക്കുന്ന ഓരോ വാക്കുകൾ, ആ വാക്കുകൾക്കും ആ ചിന്തകൾക്കും തമ്മിൽ സ്പഷ്ടമായ ഉത്തരങ്ങളും ലക്ഷ്യത്തിലേക്ക് പോകുവാൻ കഴിയുന്ന തക്കവണ്ണം നമ്മെ പ്രാപ്തനാക്കുവാൻ പറ്റുന്ന വിചാരങ്ങളുമുണ്ട്. ആ വിചാരങ്ങളെയും ആ ഭാവനകളെയും മനസ്സിലാക്കുക. അതിൽ ഏകാഗ്രത അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളെ അതിലേക്ക് ലയിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിലേക്കുള്ള വഴി
അധികം ദൂരെയല്ല. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ നിറക്കുന്ന ഭാവനകൾക്ക് നിങ്ങളുടെ ആത്മാവിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ ശക്തി ഉണ്ടാവണം. നിങ്ങളുടെ ആത്മാവാണ് നിങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് പ്രേരണ നൽകുന്നത്. ആ പ്രേരണയിലും ആ ചിന്തയിലും വിശ്വസിക്കുക. ഓരോ പ്രവൃത്തിക്കും തുല്യമായ അർത്ഥമുണ്ട്. ആ തുല്യമായ അർത്ഥത്തെയും തീവ്രമായ ഭാവനകളെയും വിശ്വാസത്തെയും മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം സ്വയം മനസ്സിലാക്കുവാനും അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. ഓരോ വ്യക്തിക്കും അവനവൻ്റെ ഉള്ളിലെ ചിന്തകൾക്കും തമ്മിൽ ഓരോ അർത്ഥങ്ങളും ഓരോ വ്യത്യാസങ്ങളുമുണ്ട്. ആ വ്യത്യാസങ്ങളെയും ആ അർത്ഥങ്ങളെയും മനസ്സിലാക്കുക. ഓരോ വാക്കുകൾക്കും അമൂല്യമായ സ്ഥാനം നൽകിക്കൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ മറുപടിയാണ് നമുക്ക് പ്രാപ്തമാകുന്ന ഓരോ ലക്ഷ്യവും. ഓരോ ലക്ഷ്യത്തിലേക്ക് നാം കുതിച്ചുയരാൻ വേണ്ടി ശ്രമിക്കുക. മുമ്പോട്ട് ഓടിപ്പോകും തോറും നമ്മളുടെ ലക്ഷ്യം അടുത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി ആത്മവിശ്വാസത്തോടെ പോകുക. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ദൂരം വളരെയധികം കുറയുന്നതാണ്. അത് വളരെ അടുത്തായി മാറുന്നതാണ്. നിങ്ങളെ വേഗം തന്നെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നതുമായിരിക്കും. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ അർപ്പണ വിശ്വാസവും അർപ്പണ മനോഭാവവും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യത്തോട് ആഗ്രഹവും സംതൃപ്തമായി ചെയ്യുവാനുള്ള മനസ്സും പ്രാപ്തമാവുകയുള്ളൂ. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ സത്യസന്ധതയും വിശ്വാസവും അർപ്പിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾക്കും അമൂല്യമായ അർത്ഥവും സ്ഥാനവും ലഭിക്കുകയുള്ളൂ. ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മേലെ അതീതമായ കാര്യങ്ങളാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്തകളിൽ നിന്ന് വ്യക്തമാകുന്ന അക്ഷരങ്ങളും അതിൻ്റെ സ്മൃതികളും. ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വാക്കുകൾക്കും വ്യത്യാസവും തുല്യതയുമുണ്ട്. അതിനെ മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്യുവാൻ ശ്രമിക്കുക. പരിപൂർണ അർത്ഥം നൽകിക്കൊണ്ടും സ്ഥാനമാനങ്ങളെയും ലക്ഷ്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോവുക. ഓരോ പ്രവൃത്തിക്കും പിന്നിൽ ഓരോ കർമ്മത്തിൻ്റെതായ ദൃഢതയാർന്ന ചിന്തകളുണ്ട്. ആ ചിന്തകൾ എന്തെന്ന് നിങ്ങൾക്ക് ബോധ്യമാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരിപൂർണമായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. ഓരോ പ്രവൃത്തിയിലും അതിൻ്റെ മൂല്യം അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥാനം നൽകിക്കൊണ്ട് അതിനെ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. നിഷ്കളങ്കമായ മനസ്സിൻ്റെ പ്രേരണയിൽ നിന്നുടലെടുക്കാത്ത ചിന്തയിൽ നിന്നും രൂപാന്തരപ്പെടുന്ന മനസ്സിൻ്റെ ഓരോ ഭാവനകൾക്കും അതീതമായ വാക്കുകളിൽ നിന്നുടലെടുക്കുന്ന പരിവർത്തനപ്പെടുന്ന നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ഓരോ ചിന്തകൾക്കും അർത്ഥവും സ്പഷ്ടതയും വ്യക്തതയും നൽകാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ബലത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ആത്മാവിൽ നിന്ന് ഉടലെടുക്കുന്ന കാര്യങ്ങൾക്ക് അർത്ഥം നൽകുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധയും ആത്മവിശ്വാസവും സത്യസന്ധതയും പുലർത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായും സ്പഷ്ടമായ രീതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ ജോലിയിൽ ഉത്തരവാദിത്വത്തോടെ മുൻപോട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പ്രേരണയ്ക്കതീതമായി നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് മൂല്യത കുറവായിരിക്കും. ആ മൂല്യത നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഒരു കാര്യവും പ്രേരണയോടെ ചെയ്യരുത്. ഒരു കാര്യത്തിനും പ്രേരണ കൊടുക്കരുത്. ജീവിതത്തിൽ പ്രേരണകൾക്കല്ല സ്ഥാനം. നാം നൽകുന്ന അർപ്പണ മനോഭാവത്തിനും നാം കൊടുക്കുന്ന വിശ്വാസത്തിനുമാണ് സ്ഥാനം. ആ ഒരു കാര്യവും നാം ആരെയും പ്രേരിപ്പിച്ച് ചെയ്യുവാൻ ശ്രമിക്കരുത്. പ്രേരിപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ലക്ഷ്യത്തിലെത്തുവാൻ ഒരിക്കലും സാധ്യമാകത്തില്ല. പ്രേരണ നമ്മളുടെ മനസ്സിലെ ചിന്തകൾക്ക് അതീതമായ ഭാവനകൾക്കും വ്യത്യസ്തമായ രീതിയിലും അർത്ഥവും ഭാവവും നൽകിക്കൊണ്ട് നമ്മെ
പിൻപോട്ട് വലിക്കുന്നതാണ്. ആ പിൻപോട്ട് വലിക്കുന്ന പ്രേരണകളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ജീവിതവുമായും മനസ്സിൻ്റെ ആത്മവിശ്വാസവുമായും ബന്ധമുണ്ടാവണം. ഓരോ പ്രവൃത്തിക്കും തുല്യമായ സ്ഥാനമുണ്ട്. ആ സ്ഥാനമെന്തെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുവാൻ ശ്രമിക്കുക. ആ സ്ഥാനത്തിൻ്റെ മൂല്യത്തെയും അതിൻ്റെ വിശ്വാസത്തെയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ സാധിക്കുന്നതാണ്. മനസ്സിൻ്റെ വികാരങ്ങളെയും മനസ്സിൽ നിന്നുടലെടുക്കുന്ന ചിന്തകളെയും മനസ്സിൽ തന്നെ ലയിപ്പിക്കാൻ കഴിയുന്ന ആഗ്രഹങ്ങളെയും തുല്യ രീതിയിൽ ദർശിക്കുക. ആ വിശ്വാസങ്ങളെയും ആ ഭാവനകളെയും മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങൾക്കും ഓരോ വിചാരങ്ങളുണ്ട്. ആ വിചാരങ്ങളിൽ അധിഷ്ഠിതമായ ചിന്തകളും അതിൽ നിന്ന് സ്പഷ്ടമാകുന്ന വാക്കുകളിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന വിചാരങ്ങളുമാണ് നമ്മെ ഓരോ കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്നത്. ഓരോ ചിന്തകൾക്ക് സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെയും മൂല്യത്തെയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അവനവൻ്റെ ആഗ്രഹത്തെയും അവനവൻ്റെ ക്രൂരമായ വിചാരങ്ങളെയും ജീവിതത്തിൽ നാം നേടുവാൻ ആഗ്രഹിക്കുന്ന അത്യാഗ്രഹങ്ങളെയും നമ്മളുടെ മനസ്സിൽ നിന്നും ഉടലെടുക്കുന്ന ആ ഭയാനകമായ ആ വൈരാഗ്യഭാവത്തെയും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം സുന്ദരവും മനസ്സിൻ്റെ നന്മയിൽ നിറഞ്ഞതുമായി തീരുന്നതാണ്. മനസ്സിൽ നന്മ നിറഞ്ഞ ചിന്തകൾ നിറക്കുമെന്ന വ്യക്തികൾക്ക് തീർച്ചയായും മറ്റു വ്യക്തികളോട് ബഹുമാനവും ആദരവും കരുണയും നൽകിക്കൊണ്ട് പെരുമാറുവാനും മറ്റു വ്യക്തികളുടെ മനസ്സിൽ ഇടം പിടിക്കുവാനും സാധ്യമാകുന്നതാണ്. ഓരോ പ്രവൃത്തിയും നമ്മെ നാമാക്കി മാറ്റുന്നത് നമ്മളുടെ പരിവർത്തനത്തിലൂടെയാണ്. നാം നമ്മെ തന്നെ പരിവർത്തനപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാം നമ്മെ തന്നെ സ്ഫുടം ചെയ്തെടുക്കുക. നാം നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളെയും വ്യത്യാസങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നാം നമുക്ക് ഒരർത്ഥം നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള വഴികളിൽ കാഠിന്യമേറിയ മാർഗത്തിലൂടെ നിങ്ങളെ സഞ്ചരിക്കുമ്പോഴും നിങ്ങളുടെ വഴികൾ വളരെ സരളമായ രീതിയിൽ നിങ്ങളെ മുമ്പോട്ട് പോകുവാൻ പ്രാപ്തമാക്കുന്നതാണ്. നിങ്ങൾക്ക് ഓരോ വഴിയിലൂടെയും സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ വഴിയിലെ കല്ലും മുള്ളുകളും നിങ്ങൾക്ക് പൂക്കൾ പോലെ മൃദുലമായി തീരുന്നതാണ്. നിങ്ങളെ മുൻപോട്ട് പോകുന്ന വഴികൾക്ക് ദൂരവും തീവ്രതയും വർദ്ധിക്കും. എങ്കിലും നിങ്ങൾക്ക് അത് കഠിനമായി തോന്നുകയില്ല. നിങ്ങൾ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതുമായിരിക്കും. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളും ഭാവനകളും നിങ്ങളെ ഒരു പ്രാപ്തനായ വ്യക്തിയാക്കി മാറ്റുന്നതാണ്. ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴും നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളെയാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്തകൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ഒരു പരിപൂർണ സ്ഥാനമുണ്ട്. ആഗ്രഹങ്ങൾക്ക് അധിഷ്ഠിതമായ ചിന്തകൾ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ആ ചിന്തകൾ എന്തെന്ന് തിരിച്ചറിയുക. ആ ചിന്തകളെ വളർത്തുവാൻ ശ്രമിക്കുക. മനസ്സിൽ ഉടലെടുക്കുന്ന വാക്കുകൾക്കും മനസ്സിൽ നിന്ന് പ്രവഹിക്കുന്ന ശാപങ്ങൾക്കും നമ്മുടെ മനസ്സിനെ തളർത്തുവാനും മറ്റു മനസ്സുകളെ മുറിവേൽപ്പിക്കുവാനും സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾ ആരെയും ശപിക്കുകയും മറ്റു വ്യക്തികളോട് ക്രൂരമായ രീതിയിൽ സംസാരിക്കുകയും ഒരിക്കലും ചെയ്യരുത്. ജീവിതത്തിൽ നാം മറ്റു വ്യക്തികളോട് ദയവും കരുണയും കാണിക്കുവാൻ ശ്രമിക്കണം. നിങ്ങൾ മറ്റു വ്യക്തികൾക്ക് സ്ഥാനവും മൂല്യവും നൽകുവാൻ ശ്രമിക്കണം. ഓരോ വ്യക്തിക്കും അവനവൻ്റേതായ സ്ഥാനവും അർഹതയും അവനവനിൽ തന്നെ പ്രാപ്തമാകുന്ന ഗുണങ്ങളുമുണ്ട്. ആ ഗുണങ്ങളെയും കഴിവുകളെയും മനസ്സിലാക്കിക്കൊണ്ട് നാം മറ്റു വ്യക്തികളോടും അവൻ്റെ മനസ്സിൻ്റെ ചിന്തകളോടും മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ കഴിവുകളെ മനസ്സിലാക്കി നിങ്ങൾ അവർക്ക് പിൻബലം നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുക. അവർക്ക് ഒരു കൈത്താങ് നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരർത്ഥമുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ സത്യമുണ്ടാവണം. സത്യസന്ധമായ മനസ്സിൻ്റെ ഉടമയാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ദയവും കാരുണ്യവും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്.
വൈരാഗ്യഭാവത്തെ ഒഴിവാക്കുക. വൈരാഗ്യഭാവത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും അവൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ വൈരാഗ്യത്തെ ഒഴിഞ്ഞുകൊണ്ട് മനസ്സിൽ ശാന്തതയും നന്മയും നിറക്കുക. ആ നന്മയും ശാന്തതയും നിങ്ങളെ ഒരു ഉത്തമ പൗരനാക്കി മാറ്റുന്നതാണ്, ഒരു നല്ല വ്യക്തിയാക്കി വളർത്തിയെടുക്കുന്നതുമായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ ഓരോ ചിന്തയിലും സത്യസന്ധതയും നന്മയും നിറക്കുക. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ പരിവർത്തനപ്പെടുത്തുവാൻ നോക്കുന്നത്, അപ്പോൾ മുതൽക്ക് നിങ്ങളുടെ ചിന്തകൾക്കും ഭാവനകൾക്കും വ്യത്യാസം വരിക തന്നെ ചെയ്യുന്നതാണ്. കരങ്ങൾ ഉയർത്തുമ്പോൾ ആ കരങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുക. കരങ്ങൾ നമ്മളുടെ ബലമാക്കി മാറ്റുവാൻ ശ്രമിക്കുക. കരങ്ങൾക്ക് നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ മുമ്പിലുള്ള ലക്ഷ്യത്തെയും സാഫല്യമാക്കുവാൻ കഴിയുന്നത്ര ഉയരത്തിലേക്ക് പോകുവാൻ കഴിയുന്ന വിശ്വാസം നൽകിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏത് കാര്യവും നേടുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കരങ്ങളുടെ ശക്തി ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് ഏത് കാര്യവും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. ആത്മവിശ്വാസത്തിൻ്റെ പടിക്കെട്ടിലേക്ക് നിങ്ങളെ പിടിച്ചു കയറാൻ സഹായിക്കുന്നത് നിങ്ങളുടെ കരങ്ങളാണ്. അതിനാൽ തന്നെ ആ കരങ്ങളുടെ മൂല്യത്തെയും ശക്തിയെയും ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക. ആത്മാവിൽ ദയവും ദയാഭാവവും നിറക്കുക. മറ്റു വ്യക്തികളോട് കരുണയും മറ്റു വ്യക്തികളുടെ മനസ്സിൻ്റെ നന്മയെയും മനസ്സിലാക്കുക. ഒരു വനത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ആ വനത്തെക്കുറിച്ചൊന്നും അറിയില്ല. ആ ഭയാനകമായ വനം നമ്മെ വളരെയധികം ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ ആ വനത്തിൽ നാം ഒരുപാട് മുൻപോട്ട് പോകുന്തോറും നമ്മളുടെ ഭയം വർദ്ധിക്കുന്ന ആ ഭയത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ആ ഭയം പതുക്കെ പതുക്കെ ഇല്ലാതെയാകുന്നതാണ്. ആ ഭയത്തെ നാം മറികടക്കും. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയാനകമായ പല അനുഭവങ്ങളെ നേരിടേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് ആ ഭയാനകമായ അനുഭൂതികളിൽ നിന്നും മുക്തി നേടുവാനും സാധിക്കുന്നതാണ്. മനസ്സിൻ്റെ ഏകാഗ്രതയും ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്വത്തോടുള്ള കർമ്മബോധവും ഉള്ള വ്യക്തികൾക്ക് തീർച്ചയായും അവനവൻ്റെ ലക്ഷ്യത്തിലെത്തുന്നതിൽ നിന്നും ആർക്കും തടയുവാൻ സാധിക്കത്തില്ല. ജീവിതത്തിൽ ഏത് പ്രവൃത്തിക്കും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആ പ്രവൃത്തിക്ക് പിന്നിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാനും ആ ലക്ഷ്യത്തെ പ്രാപ്തമാക്കുവാനും സാധിക്കുകയുള്ളൂ. ഓരോ പ്രവൃത്തിക്കും ഓരോ കാര്യങ്ങൾക്കും പിന്നിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഏകാഗ്രതയും ശക്തിയും ഉണ്ടാവണം. ആ ശക്തിയെയും ആ ചിന്തയെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ആ ആഴങ്ങളിൽ നിന്നും മനോഹരമായ മുത്തുകളും സ്വർണങ്ങളും വൈര്യങ്ങളും പോലെ വിലമതിക്കുന്ന ചിന്തകളും വിശ്വാസങ്ങളും സ്പഷ്ടമായ ആഗ്രഹങ്ങളും വ്യക്തമായ ഭാവനകളും നിങ്ങൾക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ മൂല്യത്തെ ആർക്കും അളക്കുവാനോ ആർക്കും വില വിടുവാനോ സാധിക്കുന്നതല്ല. അതിനെല്ലാം ഓരോ മൂല്യവും ഓരോ അർത്ഥവും ഓരോ ഭാവനഭരിതമായ കർത്തവ്യത്തെയും പൂർണ്ണമാക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്ന വിചാരങ്ങളും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ഭാവനകളെ വളർത്തുക, ആ ഭാവനകൾക്ക് അർത്ഥം കൊടുക്കുക. സ്പഷ്ടമായ ചിന്തകൾ, വ്യത്യസ്തമായ രീതികൾ, അനിവാര്യമായ കാര്യങ്ങൾ, ഭയത്തോടുള്ള മുക്തമായ ചിന്തകൾ, നമ്മുടെ മനസ്സിൽ നിറയുന്ന ചഞ്ചലമായ മനസ്സിൻ്റെ
ഭയാനകമായ വഴികളിലൂടെ നടന്നു പോകുന്ന ആ ഭാവനകളെല്ലാം നമ്മെ തളർത്തുന്നതാണ്. ആ ചിന്തകളിൽ നിന്ന് മുക്തനാകണമെങ്കിൽ നാം നമ്മളുടെ ഏകാഗ്രതയെ, വിശ്വാസത്തെയും അർപ്പണ മനോഭാവത്തെയും മനസ്സിലാക്കണം. ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ ജ്വലിച്ചുയരുന്ന അഗ്നി പോലെ തീവ്രതയേറിയതും ശക്തവുമായി തീരണം. എങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഏകാഗ്രതയെയും അർപ്പണ മനോഭാവത്തെയും ഉണർത്തുവാൻ ശ്രമിക്കുക. കഠിനമായ തീക്ഷ്ണമായ ചൂടിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരം വല്ലാതെ ചൂടെടുക്കുന്നതാണ്. എന്നാൽ ആ ചൂടിൽ നിന്ന് നിങ്ങൾക്ക് തണുപ്പ് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ തണുത്ത് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നടന്നെടുക്കേണ്ടത് അനിവാര്യമാണ്. ഒരു മരത്തിൻ്റെ ചോട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തണുപ്പും നിങ്ങളുടെ ചൂടിൻ്റെ ആ വിയർപ്പും മാറുന്നതാണ്. നിങ്ങളെ ശാന്തനാക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സും ശാന്തമാകും. അതുപോലെ നിങ്ങളുടെ ശരീരവും ശാന്തമാകും. അപ്പോൾ വേണ്ടതെന്തുവാണെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഒരു മരത്തിൻ്റെ തണലാണ്. ആ തണലിലേക്ക് നിങ്ങൾ നടന്നെടുക്കുക. ഓരോ കാര്യങ്ങൾക്കും വ്യക്തത നൽകുക. ഓരോ കാര്യങ്ങൾക്കും തുല്യമായ അർത്ഥം നൽകുക. ഓരോ പ്രവൃത്തികൾക്കും മൂല്യവും സ്ഥാനവും, ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിങ്ങൾക്ക് അടുക്കുവാനുള്ള പടിക്കെട്ടുകൾക്ക് മീതെ നിങ്ങൾ എത്തിപ്പെടുന്ന ആഗ്രഹങ്ങളുടെ സ്ഥാനവും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾക്കും അതിൻ്റെ മീതെ നിങ്ങൾ കാണുന്ന പ്രവൃത്തിയുടെ സ്ഥിരതയുള്ള പ്രവൃത്തികൾക്കും അർത്ഥമുണ്ടാവും. ഓരോ പ്രവൃത്തിയിലും ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മുമ്പോട്ടുള്ള ഓരോ പടിക്കെട്ടുകളിൽ നിങ്ങളെ മുൻപോട്ട് പോകുവാൻ പ്രേരിപ്പിക്കും. ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തി നൽകണം. ആ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങളെ ഉയർത്തിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ആ ഉയരങ്ങളിലോ ആ ലക്ഷ്യപ്രാപ്തിയിലും എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ മത്സരിക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളോട് സ്വയം മത്സരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് സ്പഷ്ടതയും വ്യക്തതയും നൽകിക്കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. മുൻപോട്ട് കുതിച്ചുയരുന്ന ഒരു കുതിരയുടെ പിന്നിൽ വേറൊരു വ്യക്തിയുടെ കരങ്ങൾ ഉണ്ടാവുന്നതാണ്. ആ കരങ്ങളുടെ പ്രേരണ മൂലമാണ് ആ കുതിര മുൻപോട്ട് കുതിച്ചുയരുന്നത്. അതുപോലെ നിങ്ങളുടെ പിന്നിൽ നിന്ന് തള്ളിവിടാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രേരണയ്ക്ക് ശക്തി ഉണ്ടാവണം, വ്യക്തതയുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുൻപോട്ട് ശക്തിയിൽ കുതിച്ചു പോകുവാനും ഉയരങ്ങളിൽ ചെന്നെത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ. ഓരോ നിമിഷവും ഓരോ വിനാഴികയും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയത്തിൻ്റെ മൂല്യത്തെ തിരിച്ചറിയുക. ആ സമയത്തിൻ്റെ മൂല്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥമുണ്ടാക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളാൽ തന്നെ ഒരർത്ഥം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാവനകൾക്ക് രൂപപ്പെടുന്ന രീതിയിലുള്ള വാക്കുകൾക്കും സ്പഷ്ടത ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ഓരോ വിശ്വാസങ്ങൾക്കും, ഓരോ കഴിവുകൾക്കും, ഓരോ പ്രേരണകൾക്കും അർത്ഥമുണ്ട്. അതിനെ മനസ്സിലാക്കുക. അതിൻ്റെ സ്ഥിരതയിലും അതിൻ്റെ വാക്കിൻ്റെ രൂപത്തിലും നിങ്ങൾ വിശ്വസിക്കുക. ഓരോ ചിന്തകളിൽ നിറയുമ്പോഴും നിങ്ങളുടെ മനസ്സ് പരിപൂർണമായ ശാന്തിയിലും ശക്തമായ ചിന്തയിലും അധിഷ്ഠിതമായി ഉണർവോടെ നിൽക്കേണ്ടത് അനിവാര്യമാണ്. ഉപബോധ മനസ്സിൻ്റെ ഉണർവിനെ ഉണർത്തുവാൻ ശ്രമിക്കുക. ഉപബോധ മനസ്സ് വല്ലാതെ നിങ്ങളെ തളർത്തും. ആ മനസ്സിൽ നിങ്ങൾ ഉണർവ് നൽകണമെങ്കിൽ നിങ്ങൾ കൂടുതലായ അക്ഷരങ്ങൾ വായിക്കുവാനും അക്ഷരങ്ങൾ പഠിക്കുവാനും ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ തോറും നിങ്ങളുടെ അറിവ് സാഗരത്തിൻ്റെ ജലം പോലെ, സാഗരത്തിൻ്റെ ആഴങ്ങൾ പോലെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ തീവ്രമായ ആഴം നിങ്ങൾക്ക് ബോധ്യമാകുന്നതുമാണ്. അത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലായാലും നിങ്ങൾക്ക് മുൻപോട്ടുള്ള ജോലികളിലായാലും നിങ്ങളെ അത് ചെയ്തു തീർക്കുവാനും നിങ്ങൾക്ക് അതിൽ നിന്ന് അറിവ് പ്രാപ്തമാക്കുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ മൂല്യത്തെയും നിങ്ങളുടെ കഴിവിനെയും മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ തിരിച്ചറിയണമെങ്കിൽ
നിങ്ങൾക്ക് അക്ഷരങ്ങളോട് ജ്ഞാനമുണ്ടാവണം, അറിവുണ്ടാവണം, ആ അക്ഷരങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവണം. ആ അക്ഷരങ്ങൾ സാഗരത്തിൻ്റെ തിരമാലകൾ പോലെ ചഞ്ചലമാണ്. അത് മറിഞ്ഞും തിരിഞ്ഞും മാറിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് വ്യക്തമായ സ്പഷ്ടമായ ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് പ്രാപ്തമാകേണ്ടതെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതമാക്കണം. ആ മനസ്സിൻ്റെ ഏകാഗ്രതയിൽ നിന്നും ആ ശാന്തതയിൽ നിന്നും മാത്രമേ നിങ്ങൾക്ക് അക്ഷരത്തിൻ്റെ അറിവിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. കടലിൻ്റെ തിരമാലകൾ ശാന്തമല്ല, അത് ശക്തമാണെങ്കിൽ അത് മറ്റ് വ്യക്തികളെയും അതുപോലെ സമുദ്രത്തിന് അടുത്ത് നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും നശിപ്പിക്കുന്നതാണ് ആ തിരമാലകളുടെ ശക്തി കൊണ്ട്. അതുപോലെ നമ്മളുടെ മനസ്സ് ചഞ്ചലമാണെങ്കിൽ നാം മറ്റു വ്യക്തികൾക്ക് ദ്രോഹപ്രവൃത്തികളും മറ്റു വ്യക്തികളോട് ക്രൂരമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. കാരണം നിങ്ങളുടെ മനസ്സ് ശാന്തമല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ പോലും അത് രൂപാന്തരപ്പെടുന്നതാണ്. അതിനാൽ മനസ്സിനെ ശാന്തപ്പെടുത്തുക. ശാന്തമായ മനസ്സെപ്പോഴും നിങ്ങളെ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കും. എന്നാൽ ശാന്തമല്ലാത്ത മനസ്സ് നിങ്ങളെ ക്രൂരനാക്കി മാറ്റുന്നതാണ്. ആ മനസ്സിൻ്റെ ശക്തിയേറിയ ആ തീവ്രതയേറിയ ആ ഭാവനകളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. എന്നിട്ട് അവിടേക്ക് ശാന്തത നിറക്കുവാൻ ശ്രമിക്കുക. ശാന്തമായ കടലിൻ്റെ ഉൾത്തട്ട് പോലെ നിങ്ങളുടെ മനസ്സ് മൃദുലവും ശാന്തവുമാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യവും വളരെ അനായാസമായ രീതിയിൽ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും സാധിക്കുന്നതാണ്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഭാവനകളെ തിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെയും മനസ്സിൻ്റെ ചിന്തയെയും പരിവർത്തനപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്വത്തിൻ്റെ അമൂല്യമായ അർത്ഥമാണ് പ്രവൃത്തികൾക്കുള്ളത്. ഓരോ പ്രവൃത്തികൾക്കും നമ്മളുടെ കർമ്മവുമായി ബന്ധമുണ്ട്. കർമ്മത്തിൽ നിന്നുമാണ് പ്രവൃത്തികൾ രൂപാന്തരപ്പെടുന്നത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ, നാം ഏകാഗ്രതയോടെ അഭ്യസിക്കുന്ന വിദ്യകൾ, നാം അമൂല്യമായി കരുതുന്ന മൂല്യമേറിയ കാര്യങ്ങൾ, എല്ലാത്തിലും പ്രവൃത്തികളുണ്ട്. ഓരോ പ്രവൃത്തിക്കും പിന്നിൽ ഓരോ വിചാരങ്ങളുമുണ്ട്. ആ പ്രവൃത്തികളെയും അതിൻ്റെ മൂല്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രവൃത്തികൾക്ക് അർത്ഥം നൽകിക്കൊണ്ട് ആ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മനസ്സിന് വിശ്വാസം നൽകിക്കൊണ്ട് ചെയ്യുവാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റേതായ അർത്ഥവും മൂല്യവും ജീവിതത്തോട് മത്സരിക്കുവാനും പൊരുതുവാനുള്ള പ്രാപ്തിയും ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിച്ചേർക്കുവാനുള്ള മനോഭാവവും മനസ്സിൻ്റെ വിചാരങ്ങളും ആ മനസ്സിൻ്റെ ഭാവനകളിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ അനിവാര്യമാകുന്ന ചിന്തകൾക്കും അതീതമായ പ്രവൃത്തികൾക്കും നിങ്ങൾക്ക് ഉത്തരവാദിത്വവും ബോധ്യവും നൽകിക്കൊണ്ട് നിങ്ങളെ പിടിച്ച് ഉയർത്തുവാൻ പറ്റുന്ന വിധത്തിൽ ഒരർത്ഥവും ലഭിക്കുന്നതാണ്. അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. കഴിവ്. നാം നമ്മുടെ കഴിവെന്തെന്ന് മനസ്സിലാക്കണം. നമ്മളുടെ കഴിവ് നമ്മെ ഉയരങ്ങളിലെത്തിക്കും. നാം ഒരു ഓട്ടമത്സരത്തിൽ ഓടുവാൻ വേണ്ടി നിൽക്കുകയാണ്. നാം നമ്മുടെ കഴിവ് എത്രയുണ്ടെന്ന് അറിയുന്ന നാം ആ മത്സരത്തിൽ പങ്കെടുത്ത് ഓടി നോക്കുമ്പോൾ മാത്രമാണ്. ഓടുമ്പോൾ നിങ്ങൾക്ക് മുൻപോട്ട് കുതിച്ചുയരുവാനുള്ള ശക്തിയും പ്രേരണയും ലഭിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയിൽ നിന്നുമാണ്. നിങ്ങൾ ആ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് നിങ്ങളുടെ കഴിവ്. നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോയ ആ കഴിവ്, നിങ്ങളുടെ കാലിൻ്റെ ശക്തി, നിങ്ങൾക്ക് മനസ്സിൽ നിന്നുണ്ടാകുന്ന പിൻബലത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതായിരുന്നു എന്ന്. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആ മത്സരത്തിൽ വിജയിക്കേണ്ടത് അനിവാര്യമാണ്. വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ബോധം. ഓരോ വ്യക്തിക്കും ബോധമുണ്ട്. ആ ബോധവും അവബോധവും മനസ്സിലാക്കണമെങ്കിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മളുടെ ബോധം നമ്മെ സ്ഥിരതയുള്ളവനാക്കി തീർക്കുവാൻ പ്രേരിപ്പിക്കും. എന്നാൽ ആ ബോധത്തെ മനസ്സിലാക്കാത്ത വ്യക്തികൾ അവബോധ മനസ്സിൽ ചിന്തകളിൽ വ്യാപൃതരായിക്കൊണ്ട് മറ്റു വ്യക്തികളോട് കരുണയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടും ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും മുൻപോട്ട് പോകുവാൻ ശ്രമിക്കും.
എന്നാൽ ബോധമുള്ള വ്യക്തികൾ മറ്റു വ്യക്തികളോട് കരുണയും നന്മയും പുലർത്തിക്കൊണ്ട് അവർ മറ്റു വ്യക്തികൾക്ക് കൈത്താങ്ങായിക്കൊണ്ട് മറ്റു വ്യക്തികളെ പിൻബലം നൽകിക്കൊണ്ട് മറ്റു വ്യക്തികൾക്ക് എപ്പോഴും ഒരു വിശ്വാസം പകർന്നുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുവാൻ ശ്രമിക്കും. അതാണ് ബോധം. ആ ബോധത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. മനസ്സിൻ്റെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ പടിപടിയായ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അക്ഷരങ്ങളും അറിവുകളും അതിൻ്റേതായ മൂല്യവും സ്ഥാനവുമുണ്ട്. അക്ഷരങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം, അക്ഷരങ്ങൾക്ക് സ്പഷ്ടത ഉണ്ടാവണം. കടലിൻ്റെ തിരമാലകൾ പോലെ അലയടിക്കുന്ന ഭാവനകൾക്ക് അതീതമായ ചിന്തകളിൽ നിന്ന് ഉടലെടുക്കുന്ന അക്ഷരങ്ങൾക്ക് അതിൻ്റേതായ മൂല്യം ഉണ്ടാകണം, അതിൻ്റേതായ ആഴമുണ്ടാകണം, അതിൻ്റേതായ സ്ഥാനവും മൂല്യവും വ്യക്തതയും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഓരോ അക്ഷരങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ബോധത്തെ ഉണർത്തുകയുള്ളൂ. അപ്പോൾ എല്ലാ ആൾക്കാരും അവനവൻ്റെ ബോധത്തെ വളർത്തിക്കൊണ്ടും അക്ഷരങ്ങളോ പഠിക്കുവാനുള്ള ആ ഒരു കഴിവിനെ ഉണർത്തിക്കൊണ്ടും ആ ഒരു ആഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഏത് നേട്ടങ്ങളും നിങ്ങൾക്ക് വളരെ സരളമായ രീതിയിൽ പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നതാണ്.